എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ നടി ലെനയുമായിട്ട് പ്രശസ്ത ബ്ലോഗർ സുജിത് ഭക്തൻ അടുത്തിടെ നടത്തിയ ഒരു പോഡ്കാസ്റ്റ് വീഡിയോയുടെ ഒരു വിശകലനമാണ്. അദ്ദേഹത്തെ ക്രിട്ടിസൈസ് ചെയ്യാനോ അല്ലെങ്കിൽ കീറി മുറിച്ച് പരിശോധിക്കാനോ അദ്ദേഹത്തിൻ്റെ സംസാര ശൈലി വിലയിരുത്താനോ ഞാൻ ആളല്ല. എന്നാൽ പോലും എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ അത് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യണമെന്ന് തോന്നി. അതാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഒന്നാമതായി എനിക്ക് അദ്ദേഹത്തോട്, സുജിത് ഭക്തനോട് വിയോജിപ്പുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആ പോഡ്കാസ്റ്റിൽ ലെനയുടെ ഹസ്ബൻഡായിട്ടുള്ള നമ്മുടെ ഗഗൻയാൻ പദ്ധതിയുടെ ക്യാപ്റ്റനും കൂടിയായ ശ്രീ പ്രശാന്ത് നായർ സാറിനോടുള്ള ഒരു അനാദരവ് പോലെ എനിക്ക് തോന്നി പല സ്ഥലങ്ങളിലും. അതായത് ഇന്ത്യയുടെ ചരിത്രപരമായിട്ടുള്ള ഗഗൻയാൻ ദൗത്യത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട 4 ബഹിരാകാശ യാത്രികരിൽ ഒരാളാണ് അദ്ദേഹം. ഇന്ത്യൻ വ്യോമസേനയിലെ സീനിയർ ഉദ്യോഗസ്ഥനും, അതായത് ഗ്രൂപ്പ് ക്യാപ്റ്റനും പിന്നെ മികച്ച ഫൈറ്റർ പൈലറ്റുമാണ് അദ്ദേഹം ഓൾറെഡി. ആ ആളിനെയാണ് പ്രശാന്ത് നായർ എന്ന ആൾ, പ്രശാന്ത് നായർ എന്നൊക്കെ വെറുതെ ഒരു ബഹുമാനത്തോടെ അല്ലാതെ സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. ഈ അഭിമുഖത്തിൽ അദ്ദേഹത്തെ പരാമർശിക്കുമ്പോൾ ഒരു സീനിയർ ഓഫീസർക്കോ രാജ്യത്തിൻ്റെ അഭിമാനമായ ഒരു ബഹിരാകാശ യാത്രികനോ നൽകേണ്ട യാതൊരു ബഹുമാനവും സുജിത് ഭക്തൻ നൽകുന്നില്ല എന്നത് വ്യക്തമാണ്. അദ്ദേഹത്തെ വെറും ഒരു പ്രശാന്ത് എന്ന പേര് മാത്രം വിളിക്കുക, പിന്നെ കേവലം ഒരു പട്ടാളക്കാരൻ്റെ ഭാര്യ എന്നതിലുപരിയായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചില സ്ഥലങ്ങളിൽ അദ്ദേഹം ലെനയെ പരാമർശിക്കുന്നുണ്ട്. എനിക്ക് അത്ര അനുചിതമായിട്ട് തോന്നിയില്ല. ശരിക്കും അദ്ദേഹത്തെ ബഹുമാനത്തോടു കൂടി തന്നെ അഭിസംബോധന ചെയ്യണമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ തന്നെ ലെന സംസാരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇടപെടൽ, ഒരു മികച്ച പോഡ്കാസ്റ്റർ അതിഥിയെ സംസാരിക്കാൻ അനുവദിക്കുകയും അവർ കേൾക്കുകയുമാണ് വേണ്ടത്. എന്നാൽ ഇവിടെ ലെന സംസാരിക്കുന്നതിനിടയിൽ തുടർച്ചയായി സുജിത്ത് കയറി സംസാരിക്കുന്നതും തടസ്സപ്പെടുത്തുന്നതും ഒക്കെ കാണാൻ പറ്റും നമുക്ക്. ആത്മീയതയെക്കുറിച്ചും യാത്രകളെക്കുറിച്ചും ലെന സംസാരിക്കുമ്പോൾ ലോകത്തെക്കുറിച്ച് തനിക്കെല്ലാം അറിയാം എന്ന ഒരു മനോഭാവത്തോടു കൂടി സുജിത്ത് സ്വന്തം യാത്രാനുഭവങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചിന്തകളും ഇതിനകത്ത് തിരികെ കയറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ലെനയുടെ കാഴ്ചപ്പാടുകളെ ഉൾക്കൊള്ളുന്നതിനേക്കാൾ തനിക്ക് എന്തെല്ലാം അറിയാമെന്ന് സ്ഥാപിക്കാനുള്ള സുജിത്തിൻ്റെ ശ്രമങ്ങളാണ് ഈ പോഡ്കാസ്റ്റിലുടനീളം എനിക്ക് തോന്നിയത്. അതാണ് അതിനകത്ത് നിഴലിച്ച് കാണുന്നത്. ഈ പോഡ്കാസ്റ്റ് അതൊന്ന് കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞതുമായിട്ട് വിയോജിപ്പാണെങ്കിൽ അത് പറയാം, അതല്ല യോജിപ്പാണെങ്കിൽ അതും പറയാം. അപ്പോൾ വീണ്ടും കാണുന്നത് വരേക്കും നന്ദി, നമസ്കാരം.